എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യലായിട്ട് ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 6 മാസം മുതൽക്ക് 1 വയസ്സ് വരെയുള്ള കുട്ടിയുടെ അളവിൽ ഒരു പട്ടുപാവാടൻ്റെ ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ തുണി 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടപ്പോഴുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്, ലെങ്ത്ത് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. ഇത് രണ്ടും ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കമുള്ള ലെങ്ത്തും വിഡ്ത്തുമാണ്. നിങ്ങൾ കുട്ടിയുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. സീം അലവൻസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. താഴെ മടക്കി തയ്ക്കാനോ മുകളിൽ ഷോൾഡർ തയ്ക്കാനോ ഒക്കെ ഉള്ളത് നമ്മൾ കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.25 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 4.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. 4.5 ഇഞ്ച് തന്നെയാണ് ചെസ്റ്റ് അളവായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചേ നമ്മളിവിടെ സീം അലവൻസ് ആയിട്ട് എടുക്കുന്നുള്ളൂ, കാരണം ചെറിയ കുട്ടിയല്ല, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ 3.5 ഇഞ്ചാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടി നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷേപ്പ് ഇതേപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാം. നമ്മളിത് സീവ്ലെസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒറ്റ ആം ഹോളേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേറെ ഒന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ ഒറ്റ ആം ഹോൾ ഇതേപോലെ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് നമ്മൾ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 3 ഇഞ്ച് എടുത്ത് കുറച്ച് വൈഡായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കാരണം ചെറിയ കുട്ടിയല്ല, അപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. വൈഡൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഇതേപോലെ ഒരു എച്ച് ഷേപ്പിൽ വരച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് റൗണ്ട് നെക്കല്ല വരയ്ക്കുന്നത്, ഒരു ആലിലിൻ്റെ ഷേപ്പിലുള്ള നെക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ നെക്ക് വരച്ചു. നെക്ക് വരച്ചതിന് ശേഷം നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് എടുക്കുകയാണ്. 1 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും അവിടെ എന്താ പറയുക, ഒരു മടക്ക് പോലെ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കാണണ്ട, നിങ്ങൾക്ക് ആ കയറ് പോലെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചൊക്കെ പ്രിഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ കുഴിച്ച് വരച്ച ആം ഹോൾ കണക്ട് ചെയ്ത് വരുന്ന രീതിക്ക് വരയ്ക്കുകയാണ്. നേരത്തെ നമ്മളൊരു ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ആ ആം ഹോൾ നമ്മുടെ ഷോൾഡറിന് കണക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു 1 ഇഞ്ചിലേക്കാണ് അത് കണക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്ത അളവിലൂടെ നമുക്ക് കട്ട് ചെയ്യാം. ശരിക്കും ബാക്കിലെ പീസ് ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ബാക്ക് പീസ് എടുത്ത് വെച്ചത്. അതായത് ബാക്കിലെ പീസ് വേറെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കിലെ പീസ് മാത്രം എടുക്കാം. അതായത് ഫ്രണ്ടിലെ പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു, ഇനി ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസിൽ നമ്മുടെ ആ ഷേപ്പ് മാർക്ക് ചെയ്ത അളവ്, അതായത് ചെസ്റ്റ് അളവും ഷേപ്പും മാർക്ക് ചെയ്ത ഭാഗം, അതായത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം, ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള അളവ് അത് അങ്ങനെ തന്നെ വിടുക. എന്നിട്ട് ഈ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തുനിന്ന് ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത്രയും വീതി താഴെ വേണ്ട, കുറഞ്ഞ വീതി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 to 1.5 ഒക്കെ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ മുകളിലും താഴത്തൊക്കെ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് 1, 1.5 ഒക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട്, അതായത് ഈ 2 പോയിന്റുകളും സ്കെയിൽ വെച്ച് വരയ്ക്കാതെ ഇങ്ങനെ ഒന്ന് കർവ് ആക്കിയിട്ട് വരയ്ക്കാം. എന്നിട്ട് കട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ബാക്കിലെ അളവ്, ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ അളവ്. ഇതേ അളവിൽ നമ്മൾ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ മുകളിലാണ്, ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല വശത്തുനിന്ന് ലൈനിങ് ഉള്ളോട്ടേക്ക് വരുള്ളൂ, അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക. ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ കുത്തി കൊടുക്കണം. എന്നിട്ട് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഡോറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡോറി ഉണ്ടാക്കി എടുക്കുക, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഡോറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഡോറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നമുക്ക് 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഡോറി വരണം. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസ് വരേണ്ടത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത്, അതായത് നമ്മൾ ഡോറി വെച്ച ഭാഗം എത്തുന്ന സമയത്ത് നമ്മളൊരു 3-4 പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒറ്റ സ്റ്റിച്ച് മാത്രം കൊടുത്താൽ പോരാ, ഒറ്റ സ്റ്റിച്ച് ആണെന്നുണ്ടെങ്കിൽ അത് ഇളകി വരും. ഒരു 3-4 പ്രാവശ്യം ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ആലിൻ്റെ ഷേപ്പാണ് നെക്ക് വരച്ചത്. നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് എങ്ങനെയാണോ നിങ്ങൾ വരച്ച ഷേപ്പ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴ്വശവും കൂടി സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ താഴ്വശം ഈ സമയത്ത് ചെയ്യുന്നില്ല. നമ്മൾ 2 മടക്കായിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് താഴ്വശവും കൂടി സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എക്സ്ട്രാ ഉള്ള ലൈനിങ്ങിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറിച്ചെടുക്കുക. മറിച്ചതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആം ഹോളും നെക്കും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലെ പീസും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴ്വശവും കൂടി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ താഴ്വശം പിന്നെ മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് താഴ്വശം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തൊരു കുറച്ച് കട്ടി പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സൈഡിലുള്ള പീസ് ഉണ്ടാവല്ലോ, ആ ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുവഴി മറിച്ചെടുത്തിട്ട് പതിച്ചടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ടും പാക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്വശം ഒന്ന് മടക്കി തയ്ക്കാം. രണ്ട് ചെറിയ കുഞ്ഞുതായിട്ട് ആദ്യം ഒരു മടക്കുക, പിന്നെ ഒരു മടക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസിനും ബാക്കിലെ പീസിലും താഴ്വശം മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൈഡിലെ അളവുകളുണ്ടല്ലോ, അപ്പോൾ നല്ല പീസ്, അതായത് ഫ്രണ്ടിലെ പീസ് വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കിലെ പീസ് വെച്ചു. നമ്മൾ നേരത്തെ സൈഡിലെ അളവുകൾ മാർക്ക് ചെയ്ത ആ അളവ് പ്രകാരം നമ്മൾ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ പട്ടുപാവാടൻ്റെ ടോപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബാക്കിലൊരു ബോ പോലെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തുള്ള പീസ്, 2 പീസ് ഇതേപോലെ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നീളത്തിൽ ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പീസ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ചീത്ത വശം പുറത്ത് വരുന്ന രീതിയിൽ, അതായത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് മടക്കുക. നമ്മൾ 5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തത്, അപ്പോൾ കറക്റ്റായിട്ട് മടക്കുക. നിങ്ങൾക്ക് ഈ ഒരു വിഡ്ത്ത് പോരാന്നുണ്ടെങ്കിൽ വിഡ്ത്ത് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ബോ പോലെ ചെയ്യുന്നത് അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. പക്ഷെ നമ്മൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു ബോ പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു മാത്രം. ഇതേപോലെ നമ്മളൊരറ്റം മുതൽക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലായിട്ട് ഇതുപോലെ ആംഗിളായിട്ടൊന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു എഡ്ജ് വരുമ്പോൾ ഇങ്ങനെ ആംഗിളായിട്ടിരിക്കുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 2 സൈഡിലും ഇതേപോലെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു പകുതി എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇടുക. അതായത് നമുക്കിത് മറിച്ചെടുക്കണമല്ലോ, നല്ല വശമാണല്ലോ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ ഒരു ആംഗിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു വശത്തു കൂടെ നമ്മളിത് മറിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ ഓപ്പൺ ആക്കി വെച്ച ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബാക്കിലൊരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ഇത് ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. അതായത് ഒരു ബോ പോലെ കെട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ ഒരു പീസ് ഒരു ബോ പോലെ ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഇത് വെച്ചിട്ട് പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കണമെങ്കിൽ അങ്ങനെ കുത്തി കൊടുക്കാം. 2 ഓപ്ഷനാണ്. ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ പിന്നൊക്കെ കുത്തി കൊടുക്കാകുമ്പോൾ അവരുടെ മേലൊക്കെ തട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിതുപോലെ ഒരുപാട് തട്ടാത്ത രീതിയിലുള്ള പിന്നുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഉള്ളിൽ കൂടെ കെട്ടിയിട്ട് ഒരു ബോ പോലെ ആക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി അതല്ല എങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഞ്ഞു കുഞ്ഞു മടക്കാക്കിയതിന് ശേഷം ആദ്യം ഒന്ന് ചെറിയതായിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. സൂചി നൂല് ഉപയോഗിച്ചിട്ട് കൈത്തുന്നി ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെച്ചിട്ട് ഒന്ന് തുന്നി സെക്യൂർ ചെയ്യാം. ഈ 3 രീതിയും ചെയ്യാം. അപ്പോൾ ചെറിയ കുട്ടി ആയതുകൊണ്ട് പിന്നെ കുത്തി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു 6 മാസം മുതൽക്ക് അല്ലെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടീൻ്റെ ഒരു അളവിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മക്കളും ഓരോ അളവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടീൻ്റെ അളവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും നമ്മൾ ഓണത്തിനോടനുബന്ധിച്ചിട്ട് ഒത്തിരി വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.